നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുന്ന മറ്റൊരു നീക്കം കൂടി ഇപ്പോൾ നടക്കുകയാണ്. അതായത് NDAക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും NDA സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാലാവധി പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറിയാം. അതിനിടയിൽ BJPക്ക് ഉള്ളിൽ തന്നെ പൊട്ടലും ചീറ്റലുമുണ്ട്. BJPയിൽ 6ഓളം MP-മാർ ഉടനടി രാജിവെക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോവുകയാണ്. അതായത് 6ഓളം MP-മാരുടെ രാജി, കാരണം കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടെയുള്ളത് ബാധകമാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് രാജിവെച്ചേ മതിയാവുകയുള്ളൂ. അവർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 6 MP-മാർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മഹാരാഷ്ട്രയിലുള്ള 2 BJP MP-മാർ അവർ രാജി സന്നദ്ധതയുമായി രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനോടൊപ്പം തന്നെ കൃത്യമായും രാജസ്ഥാനിലുള്ള 2 MP-മാർ, അതിൽ നിലവിലെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയോട് ശക്തമായ വിയോജിപ്പുള്ള വസുന്ധര രാജെ പക്ഷത്തുള്ള 2 MP-മാർ, വസുന്ധര രാജെ സിന്ധ്യയുടെ ഏറ്റവും ശക്തരായ പിന്തുണക്കാർ എന്ന് ഖ്യാതി നേടിയിട്ടുള്ള 2 MP-മാർ, ഇതിനകത്ത് 4 MP-മാർ, മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമായിട്ടുള്ള 4 MP-മാർ, അതിനോടൊപ്പം തന്നെ 2 MP-മാർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാനയിൽ നിന്നുള്ള 2 BJP MP-മാർ കൂടി രാജ്യസന്നദ്ധതയിലേക്ക് പോകും എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതായത് വലിയ ആഘാതത്തിലേക്ക് BJP ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ MP-മാർ രാജിവെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നതാണ് ഇവർ നൽകുന്ന മതിയായ കാരണമായി പറയുന്നത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം അനുവദനീയമല്ല. അതുമാത്രം രാഷ്ട്രീയ ലക്ഷ്യമാക്കി BJPക്ക് ഇനി മുന്നേറാൻ കഴിയില്ല. RSS അനുഭാവികളായ ഇവർ അതിശക്തമായി തന്നെ ഇപ്പോഴത്തെ മോദിയുടെ രാഷ്ട്രീയ രീതികളെ എതിർക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അസന്നിഗ്ധമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. അമിത്ഷായുടെയും മോദിയുടെയും കാലം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആധിപത്യമല്ല. BJPക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു മാൻഡേറ്റ് കൊടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇവരുടെ രാജിയായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്ന രാഷ്ട്രീയത്തിലെ ഒരു വമ്പൻ ട്വിസ്റ്റായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതിനിടയിൽ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അയോഗ്യമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അത് ഷിൻഡെ വിഭാഗത്തിന് ഒരു തിരിച്ചടിയായി വന്നേക്കാം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ NDAക്ക് ഒരുപക്ഷെ വലിയ പ്രഹരമായിരിക്കും. അതിനിടയിൽ തന്നെ പാളയത്തിൽ പട എന്ന രീതിയിൽ സ്വന്തം പാർട്ടിയിലെ MP-മാർ നരേന്ദ്രമോദിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നു, എതിരെ നീങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്.